നോക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഉണ്ട് എന്ന് കരുതാം, ഇലക്ട്രിക്കൽ ചാർജ്, പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, ഒരു ചാർജ് ഉണ്ട് എന്ന് കരുതാം. ആ ചാർജ് കാരണം മറ്റൊരു ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ അല്ലെ. അത് എവിടം വരെയാണ്, ഏത് റീജിയൻ, ഈ ഒരു ചാർജിന് ചുറ്റുമുള്ള ആ ഒരു റീജിയൻ എവിടെയാണോ മറ്റൊരു ചാർജിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഈ ഒരു ചാർജ് കാരണമുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ചാർജിന് മറ്റൊരു ചാർജിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റീജിയൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇറ്റ് ഈസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ അനദർ ചാർജ് ക്യാൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഓക്കെ, അപ്പോൾ അതായത് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, നമ്മളൊരു ടെസ്റ്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q into E. E ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, Q ആണ് അവിടുത്തെ ആ ഒരു ചാർജ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിൽ ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ കുളോംബ് റേസ്ഡ് -1. അത് ഇതിൽ നിന്ന് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് QE, അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എഴുതാം, E ഈസ് ഈക്വൽ ടു F/Q. F എന്ന് പറയുന്നത് എന്താ? ന്യൂട്ടൺ പെർ കുളോംബ് എന്നാണ്. അങ്ങനെയാണ് ന്യൂട്ടൺ കുളോംബ് റേസ്ഡ് -1 എന്ന് പറയുന്ന യൂണിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം? വോൾട്ട് മീറ്റർ റേസ്ഡ് -1. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സോഴ്സ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇത്തരത്തിലൊരു സോഴ്സ് ചാർജ് ഉണ്ട് +Q. ഓക്കെ, സോഴ്സ് ചാർജ് ആണ് +Q. അതിൽ നിന്ന് R അകലത്തില് മറ്റൊരു ചാർജ് ഉണ്ട്, Q എന്നാണ് ആ ചാർജ്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു സോഴ്സ് ചാർജ് കാരണം ഈ ഒരു Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് പറയാം. F is equal to 1/4πε0 Q/r². ഓക്കെ, ഇനി ഈ ഒരു Qന്റെ വാല്യൂ 1 ആയിട്ട് മാറിയെങ്കിൽ അവിടുത്തെ ആ ഒരു ഫോഴ്സ്, അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q/r² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഈ ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഫോഴ്സ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് r ഡ്യൂ ടു ചാർജ് Q. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 1/4πε0 Q/r². ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. Q എന്ന് പറയുന്ന സോഴ്സ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസിൽ ഇരുന്ന ആ ഒരു ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് E is equal to 1/4πε0 Q/r². ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ന്യൂമറിക്കൽ ആണ്. നോക്കാം. ഫൈൻഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോയിന്റ് ചാർജ് ഓഫ് 1 microcoulomb in an electric field of intensity 3 × 10⁻⁶ Newton coulomb raised to -1. ഓക്കെ, എന്താണ്? ഒരു പോയിന്റ് ചാർജ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാർജിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. ചാർജിന്റെ വാല്യൂ എത്രയാണ്? 1 microcoulomb അല്ലെ. 1 microcoulomb which is equal to 1 × 10⁻⁻6 coulomb എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? അതും ഫോഴ്സും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? F is equal to QE എന്നതാണ് ഇക്വേഷൻ അല്ലെ. F is equal to QE. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം F എങ്ങനെ എഴുതാം? F is equal to എങ്ങനെ എഴുതാം? F is equal to Q എന്ന് പറയുന്നത് 1 ആണ്. 1 × 10⁻⁻6 ഇൻറ്റു അവിടുത്തെ ഫീൽഡ് എത്രയാണ്? 3 × 10⁻6. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. എങ്ങോട്ടാണ് ഫോഴ്സ്? 3 ന്യൂട്ടൺ ആണ് എലോങ് ദി ഫീൽഡ് ഡയറക്ഷൻ, എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെയായിരിക്കും ഇതും, എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ,
അടുത്തതായിട്ട് ന്യൂമറിക്കൽ ആണ്. എന്തിന്റെ ബേസിലുള്ള ന്യൂമറിക്കൽ? ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. എന്താ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് 15 സെന്റിമീറ്റർ അപ്പാർട്ട് ഫ്രം എ പോയിന്റ് ചാർജ് 5 മൈക്രോ കൂളോം ഇൻ വാക്വം. ഓക്കെ, അപ്പോൾ 5 മൈക്രോ കൂളോംബ് ചാർജ് ഉള്ള ആ ഒരു ചാർജിൽ നിന്ന് എന്താണ് 15 സെന്റിമീറ്റർ അകലത്തിലുള്ള എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ ടേംസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ് അതിന്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E ഈസ് ഈക്വൽ ടു 1/4πε0 എന്ന് വെച്ചാൽ 9 × 10⁻⁹ ഇൻറ്റു Q എന്ന് വെച്ചാൽ എത്രയാണ്? Q എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 10⁻⁻6 എന്ന് വരും. R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ് R അല്ലേ? അപ്പോൾ 15 × 10⁻⁻2 15 × 10⁻⁻2 അപ്പോൾ 15 × 10⁻⁻2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? 2 × 10⁻⁶ ന്യൂട്ടൺ കൂളോം റേസ്ഡ് -1. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ F = QE എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. അതല്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്കത് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാഫാണ്. എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഡിസ്റ്റൻസും അത് തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം R-ഉം ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്? നമുക്കറിയാം E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² എന്നതാണ് അല്ലേ? അപ്പോൾ R² ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? E ഇൻക്രീസ് ചെയ്യണമെങ്കിൽ R ഡിക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതായത് ഡിസ്റ്റൻസും ഇയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? R² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് അത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാം. നോക്കിക്കേ, അത് ഇങ്ങനെ ഡിക്രീസിങ് ആയിട്ട് കാണാം അതിൻ്റെ ഒരു ഗ്രാഫ്. അതായത് എന്താണ്? ആ ഒരു ഡിസ്റ്റൻസ് കുറയുന്നുവെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു വാല്യൂ ഇത്തരത്തിലുള്ള ഒരു കർവാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കർവാണ് അത് സ്വീകരിക്കുന്നത്. എന്താ നോക്കിക്കേ, ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നോക്കിക്കേ, R വാല്യൂ ഇത്രയും ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് എന്താ സംഭവിച്ചത്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇത്രയുമായിരുന്നു അല്ലേ? ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചത്? R വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇത്രയായിട്ട് ഡിക്രീസ് ആയി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇതാണ് ഒരു സിംഗിൾ ചാർജ് എന്ന് പറയുന്നത് Q1. സിസ്റ്റം ഓഫ് ചാർജസിൽ Q1, Q2, Qn അങ്ങനെ ധാരാളം ചാർജസ് ഉണ്ട്. എൻ്റെ ഇരിക്കുന്ന ഈ Q1 എന്ന് പറയുന്ന ചാർജിന്റെ Q1 എന്ന് പറയുന്ന ഈ ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? ഇവിടെയുള്ള ഓരോ ചാർജസും കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ എല്ലാം വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? കൺസിഡർ എ സിസ്റ്റം ഓഫ് ചാർജസ് Q1, Q2, Qn. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കത് കൺസിഡർ ചെയ്യാം. എന്തൊക്കെയാണ്? Q1, Q2, Qn. ഓക്കെ, അപ്പോൾ ഇത് P എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇതിരിക്കുന്നത്? R1P ഡിസ്റ്റൻസിലാണ്. ഇത് എത്ര ഡിസ്റ്റൻസിലായിരിക്കുന്നത്? R2P ഡിസ്റ്റൻസിലാണ്. Qn ഇരിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? RNP ഡിസ്റ്റൻസിലാണ് Qn ഇരിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ഓൾ അതർ ചാർജസ് എങ്ങനെ എഴുതാം? E ഈസ് ഈക്വൽ ടു E1 + E2 + അപ് ടു En. ഓക്കെ, അപ്പോൾ നമുക്ക് E1, E2 ഒക്കെ ഒന്ന് എഴുതാം. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് എഴുതാം. E1 എന്ന് വെച്ചാൽ എന്താണ്? E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ചാർജ് ഓൺ പോയിന്റ് P ഡ്യൂ ടു ചാർജ് Q1. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ഡ്യൂ ടു ചാർജ് Q1 എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് at P due to Q1. ഓക്കെ, ഒരെണ്ണത്തിന്റെ ഇങ്ങനെ എഴുതുന്നുള്ളൂ, ബാക്കിയുള്ളത് ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ E1 നമുക്ക് എഴുതാം. എന്താണ്? 1/4πε0 Q1/R1P
R1p ക്യാപ്. അതുപോലെ E2 നമുക്ക് എഴുതാം. E2 is equal to 1 by 4 pi epsilon 0 Q2 by R2p R cap 2p. ഓക്കെ, ഇനി E3 E4 ഒക്കെ ഇതുപോലെ എഴുതാൻ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, Q3 R3p R3p, യൂണിറ്റ് വെക്ടർ R3p, അങ്ങനെയാണോ ചേഞ്ച് വരുന്നത്. E3 കൂടി നമുക്ക് എഴുതാം. ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q3 by R3p യൂണിറ്റ് വെക്ടർ R3p. ഓക്കെ, ഇനി En എഴുതാം. En is equal to 1 by 4 pi epsilon 0 Qn by Rnp യൂണിറ്റ് വെക്ടർ Rnp. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ ഇതിനെ നമുക്കൊന്ന് എഴുതാം. ഈ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ 1 by 4 pi epsilon 0 കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു സിഗ്മ സൈൻ കൊടുത്താൽ മതി. സമ്മേഷൻ is equal to sigma I is equal to 1 to n എന്തെഴുതാം, Qi by Rip. ഓക്കെ, പി എന്നുള്ള പോയിന്റ് എടുത്തുകൊണ്ടാണ് RIP എന്ന് എടുത്തിരിക്കുന്നത്. യൂണിറ്റ് വെക്ടർ RIP. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് എങ്ങനെ വരും, ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ E1 എന്ന് കിട്ടും, ഐക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ E2 എന്ന് കിട്ടും. അതുപോലെ ഐക്ക് n വരെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചാർജിന്റെ ഇലക്ട്രിക്കൽ എൻവയറമെന്റ് എന്താണെന്ന് പറഞ്ഞുതരാൻ ആരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് ആ ചാർജ് അത് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളൊരു ചാർജ് Q അതൊരു പോയിന്റ് O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെക്കുന്നു. ഓക്കെ, അത് കാരണം ഒരു R ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു പോയിന്റ് ചാർജ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, P എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാനൊരു പോയിന്റ് ചാർജ് വെച്ചു എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, എവേ ഫ്രം ദി പോയിന്റ് ചാർജ് ആയിരിക്കും. കാരണം എന്താണ്, ഇത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെയും +Q ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം പോയിന്റ് ചാർജ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി പോയിന്റ് ചാർജ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം പോയിന്റ് ചാർജ്. ഇനി ഈ കേസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദി പോയിന്റ് ചാർജ് ആയിരിക്കും. ഓക്കെ, ടുവേർഡ്സ് ദി പോയിന്റ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ ആ ഒരു ഇലക്ട്രിക്കൽ എൻവയറമെന്റ് പറഞ്ഞു തരാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യുന്നു, 2 ചാർജസ് റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഓക്കെ, അതായത് ഈ ഒരു ഫീൽഡിന്റെ കേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചാർജസ് അവിടുത്തെ ഒരു ചാർജ് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ, അവർ തമ്മിൽ റിപ്പൽ ചെയ്യോ അട്രാക്ട് ചെയ്യോ എന്നുള്ളതൊക്കെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആരെ കൊണ്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അഥവാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ സോഴ്സ് ചാർജ് ഈസ് ആൻ ഇമാജിനറി സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് പാത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, എന്താണ്, അതൊരു ഇമാജിനറി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആവാം അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ആകാം. ഓക്കെ, അപ്പോൾ ഒരു സോഴ്സ് ചാർജിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ്. ഓക്കെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പാത്ത്. ഓക്കെ, അതിനെ തന്നെയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഐസോലേറ്റഡ് ആയിട്ടുള്ള ചാർജ് ആണെങ്കിൽ, ഒറ്റയ്ക്കുള്ള ഒരു ചാർജ് ആണെങ്കിൽ അവിടെ നോക്കിക്കേ, അവിടെ എന്താ സംഭവിക്കുന്നത്, അത് സ്ട്രെയിറ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ്, പോസിറ്റീവ് ആണ് ആ ഒരു ചാർജ്, അതിന് എവേ ആയിട്ടാണ് ആ ഒരു ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തേ ഫീൽ ചെയ്യുള്ളൂ, അതിനൊരു റിപ്പൾഷനെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എവേ ഫ്രം ദി ചാർജ്.
നമ്മുടെ ചാർജ് ഏതാണോ അതിൻ്റെ എവേ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. ഓക്കെ, അത് നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടുവേർഡ്സ് ആയിരിക്കും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത എന്താന്ന് നോക്കാം. The lines of force are curved if there are 2 or more charges. രണ്ടോ കൂടുതലോ ചാർജസ് ഉണ്ടെങ്കിൽ 2 or more ചാർജസ് ഉണ്ടെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്തായി മാറുന്നു? കേർവ്ഡ് ആയിട്ട് മാറുന്നു. നോക്കിക്കേ, എങ്ങനെയാണ് ഇവിടെ നമുക്കത് പറയാൻ സാധിക്കുന്നത്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, എങ്ങനെയാണ് ഡയറക്ഷൻ? പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്, ആ ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? കേർവ്ഡ് ആയിട്ടാണ് അവരുടെ ആ ഒരു ഷേപ്പ് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്കാണ് ആ ലൈൻസ് പോകുന്നത്. ഇനി അടുത്തതോ, 2 സിമിലർ ചാർജസ് ആണെങ്കിൽ, പോസിറ്റീവ് ചാർജും ആണ് വന്നിരിക്കുന്നതെങ്കിൽ റിപ്പൾഷൻ ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലൈൻ ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? ഇങ്ങനെ പുറത്തേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ആരോ എങ്ങോട്ടാണ്? ആരോ പുറത്തേക്കാണ് ഡയറക്റ്റ് ചെയ്തിട്ടിരിക്കുക. ഇനി ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കാം, പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആരോ ഇങ്ങോട്ട് പോകുന്നത്. ഇനി നെഗറ്റീവ് ചാർജിലേക്ക് എന്താണ്? ആ ഒരു ലൈൻ ഓഫ് ഫോഴ്സ് വന്നു ചേരുകയാണ്, ഇത്തരത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക, റിപ്പൾഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, റിപ്പൾഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇതിന് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. ഇതിൻ്റെയും ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ആ ഒരു ആരോയുടെ ഡയറക്ഷൻ മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇത്തരത്തിലായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ആരോയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കേർവ്ഡ് ആയിട്ടുള്ള പാത്തായിരിക്കും എപ്പോൾ വരുന്നത്? ലൈൻസ് ഓഫ് ഫോഴ്സ് കേർവ്ഡ് പാത്ത് എടുക്കണമെങ്കിൽ ചാർജസ് എന്തായിരിക്കണം? ചാർജസിൻ്റെ നമ്പർ ഇൻക്രീസ്ഡ് ആയിരിക്കണം. ഐസൊലേറ്റഡ് ചാർജസ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു സ്ട്രെയിറ്റ് പാത്തായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത്, An electric line of force originates from positive charge and ends on negative charge. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലാണ് അത് അവസാനിക്കുന്നത്. ഇനി tangent drawn at a point on an electric line of force will give the direction of electric field at that point. Okay, അപ്പോൾ ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിൽ നമ്മളൊരു ടാൻജൻഷ്യൽ, ഓക്കെ, ടാൻജൻഷ്യൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ തൊടുവര എന്നൊക്കെ പറയും. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈൻ. സർക്കിൾസിൽ നമ്മൾ ടാൻജന്റ് പറയാറുണ്ട്. സർക്കിളിന്റെ എന്താണ്? അതിനെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ടാൻജന്റ് എന്ത് കാണിച്ചു തരും? ഇലക്ട്രിക് ഫീൽഡിന്റെ അവിടുത്തെ ഡയറക്ഷൻ. ഇവിടെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നർത്ഥം. ഇവിടെയാണ് ടാൻജന്റ് വരച്ചെങ്കിൽ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നർത്ഥം. കണ്ടോ? അപ്പോൾ ടാൻജന്റ് എന്താ തരുന്നത്? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആ പോയിന്റിലെ ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ലൈനുകൾ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയാനുള്ളത്? ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്. ഓക്കെ, ഇപ്പുറത്തായിരുന്നു. എന്തായിരുന്നു ആ പോയിന്റ്? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്താ സംഭവിക്കുന്നത്? ഇൻഡിക്കേറ്റ്സ് ദി റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ലൈൻസ് ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കും. നോക്കിക്കേ, ഇവിടെ ലൈൻസ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവിടെ എന്താണ്? ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. ഇനി ലൈനുകൾ തമ്മിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫീൽഡ് സ്ട്രെങ്ത് എന്താണ്? കുറവാണ്. ഓക്കെ, ഇനി ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ is directly proportional to strength of electric field. അപ്പോൾ ഒരു ഏരിയക്ക് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. ഒരു ഏരിയ ഉണ്ട്, അതിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ലൈനുകൾ സ്ട്രെങ്ത് എത്ര കൂടുതലാണോ അവിടെ ആ ലൈൻസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ഓക്കെ, അതും ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസർവേറ്റീവ് നേച്ചറാണ്. ഫീൽഡിന്റെ കൺസർവേറ്റീവ് നേച്ചറാണ്. കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നോൺ കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിലോ
അത് പാത്തിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസർവേറ്റീവ് നേച്ചർ കാരണം തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നില്ല, ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. നമ്മൾ കണ്ടത് എന്തായിരുന്നു, പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടത്. അല്ലാതെ അതൊരു ലൂപ്പ് സ്ട്രക്ചർ ഒന്നും ഫോം ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിലാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്കിൽ അവിടെ എന്തായിരിക്കും, അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും. ഓക്കെ, ഇനി ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്റ്റ്. നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ഓക്കെ ഇത്തരത്തിലാണെന്ന് കരുതുക, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കരുതുക. ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരെണ്ണത്തിൻ്റെ മേലെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ രണ്ട് ടാൻജന്റ് നമുക്ക് വരയ്ക്കാം, അതായത് രണ്ട് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവും എന്നുള്ളതാണ്. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്നും കൂടി നമുക്ക് കാണാം. കണ്ടോ, ലൈൻസ് ഓഫ് ഫോഴ്സ് ഇത്തരത്തിലാണ് വരുന്നത് എന്നുള്ളത്. അവർ തമ്മിൽ ആരും തന്നെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.